നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ല റിസൾട്ട് ഉണ്ട്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് എത്രത്തോളം ഇത് റിസൾട്ട് ഉണ്ട് എന്നുള്ളത്. നമ്മുടെ പിഗ്മെന്റേഷനും സൺടാനും അതേപോലെ തന്നെ നമ്മുടെ പിമ്പിൾസ് വന്നു പോയിട്ടുള്ള ആ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിഡ് ഫേസ് പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പിഗ്മെന്റേഷനും സൺടാനും അതേപോലെ തന്നെ കുറേ പേര് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ പിമ്പിൾസ് വന്നു പോയിട്ടുള്ള ആ ഒരു ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നല്ല രീതിക്ക് റിമൂവ് ആയിട്ട് നമ്മുടെ സ്കിൻ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നല്ല ഗ്ലോ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല കിഡ് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് വന്നിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് എന്നെയും ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ഒന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ കൂടിക്കോളാം കേട്ടോ. എൻ്റെ ഫേസിലും നല്ല പിഗ്മെന്റേഷനും സൺടാനും നമ്മുടെ പിമ്പിൾസ് വന്നു പോയിട്ടുള്ള പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല രീതിക്ക് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണ് ഈ ഒരു ഫേസ് പാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സിമ്പിളാണ്, നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ അടുക്കളയിൽ ഇപ്പോൾ വേണമെങ്കിൽ പോയി കഴിഞ്ഞാൽ കിട്ടാവുന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇതിൽ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പാക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഇതാ റെഡി ആയിട്ടുണ്ട്. എഗ്ഗ് വേണം, തക്കാളി വേണം, ചെറുനാരങ്ങ വേണം, നമ്മുടെ കാപ്പിപ്പൊടി വേണം. ഇത്രയും ഐറ്റംസ് മാത്രം മതി കേട്ടോ നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ എഗ്ഗ് എടുത്തിട്ടുണ്ട്. എഗ്ഗ് വൈറ്റ് ആണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഫുള്ളും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, എഗ്ഗ് വൈറ്റ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എഗ്ഗ് വൈറ്റ് ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നതിന് ശേഷം വേണം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ അടുപ്പത്ത് വെക്കാനായിട്ട് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ ഈ എഗ് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാൻ വന്നിട്ട് ഞാൻ ഇതിലേക്ക് പാക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് എടുക്കണ ഒരു പാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണമെഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഉള്ളൊരു പാൻ, നല്ല വൃത്തിയായിട്ടുള്ളൊരു പാൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, ഹാഫ് ലെമണാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുരുക്കെ ആദ്യം കളഞ്ഞതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുരു പെട്ട് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ എന്താ പറയുക മിക്സിനായിട്ട് മുന്നേ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നമ്മളുടെ ചെറുനാരങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുരു കയ്യിൽ ആഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് അതൊക്കെ റിമൂവ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ല രീതിക്ക് തന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെക്കാനായിട്ട് മുന്നേ ആയിട്ട് തന്നെ ഈ ഒരു ചെറുനാരങ്ങയും എഗ്ഗും കൂടിയിട്ടുള്ളത് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നതിന് ശേഷം വേണം അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ എഗ്ഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോഴത്തേനും അങ്ങോട്ട് കുക്കാവണതല്ലേ. അപ്പോൾ നമ്മൾ നല്ല എന്താ പറയുക കൈ വിടാതെ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ട പിടിക്കും. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കട്ട ആവരുത്, നമുക്ക് നല്ല അങ്ങോട്ട് കട്ട ആവാതെ ഒരു പാക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതേ നല്ല രീതിക്ക് തന്നെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദേ നമ്മളുടെ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ലാണ്ട് കട്ടയാവാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണ രീതിയിലേക്ക് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം വേണം നമുക്കിനി നമ്മളുടെ കാപ്പിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടാറാനായിട്ട് മുന്നേ തന്നെ നമ്മൾ അടുപ്പത്ത് നിന്ന് ഇറക്കിയതിന് ശേഷം തന്നെ നമ്മൾ ഈ ഒരു കാപ്പിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് കാപ്പിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ആ സമയത്ത്. എന്നിട്ട് നമ്മൾ തക്കാളി നീര് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടും നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ഹാഫ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പകുതി തക്കാളി എടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ നീരെടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അധികം കട്ട പിടിക്കാത്ത രീതിയിലേക്ക് ഒരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാവണ വരെ രീതിയിലേക്കായിട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മളുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് മുന്നേ ആയിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം കേട്ടോ. നമ്മൾ എന്ത് പാക്ക് വേണമെന്നുണ്ടെങ്കിലും എന്തൊരു കെയറും നമ്മുടെ സ്കിന്നിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ആദ്യം തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് ക്ലെൻസ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈവ് റിസൾട്ടാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ല കിടു റിസൾട്ടായിരിക്കും. നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിനി അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാനിത് ഫേസൊക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഓക്കെ,
അപ്പോൾ നമ്മൾ ഒന്ന് കട്ടിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിങ്ങനെ ഉടച്ചു കൊടുത്തേക്കും കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇരുന്ന് കഴിഞ്ഞ് ഒന്നും കൂടി ഒന്ന് കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കട്ടിയാവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈയിട്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഉടച്ചു കൊടുത്തേക്കാം. അപ്പോൾ വെറ്റായിട്ടുള്ള ഫേസിലേക്ക് വേണം കേട്ടോ നമ്മൾ പാക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലൻസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഓക്കെ, ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എഗ്ഗാണ് യൂസ് ചെയ്തതെന്ന് വെച്ചിട്ട് ചീത്ത മണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നല്ല കോഫിയുടെ സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല കോഫിയാണല്ലോ നമ്മൾ കോഫി പൗഡറാണല്ലോ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സ്മെല്ലാവും മുന്നിട്ട് നിൽക്കുക. അല്ല, ഇനി നമ്മുടെ എഗ്ഗാണ് പൊട്ട സ്മെല്ലുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇടാതിരിക്കരുത്. നല്ല സ്മെല്ലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതാ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. ഒറ്റ ലെയറായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം അത് ഡ്രൈ ആവും. നമ്മൾ വിചാരിച്ച ആ ഒരു റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ 2-3 ലെയറൊക്കെ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം കേട്ടോ. ഒരു 20 മിനിറ്റോളം നമുക്കിതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടു. അപ്പോൾ ഞാനിത് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15-20 മിനിറ്റോളം നമുക്കിതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഡ്രൈ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ പാക്ക് നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് റിമൂവ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. ഓക്കെ, കണ്ടോ, മൊത്ത ഭാഗത്ത് അങ്ങനെ ഡ്രൈ ആവില്ല. അങ്ങനെ ഫുള്ളായിട്ട് ഡ്രൈ ആവാൻ നിന്ന് കഴിഞ്ഞാൽ അരമണിക്കൂറിലും കൂടുതലെടുക്കും. അപ്പോൾ അത്രയും സമയം നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് വെറ്റാക്കിയതിന് ശേഷം ഞാനിത് റിമൂവ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, സി നോക്കി, നല്ല എന്താ പറയുക, ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നല്ല ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്ന ഇടനായിട്ട് മുന്നേ ഉള്ളായിരുന്ന ആ സ്കിന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കും നിങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഫുള്ളായിട്ട് റിമൂവ് ചെയ്യട്ടെ കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ല റിസൾട്ട് ഉണ്ട്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് എത്രത്തോളം ഇത് റിസൾട്ട് ഉണ്ട് എന്നുള്ളത്. നോക്കിയേ, നല്ല റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. നോക്കൂ, ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ല കിഡു റിസൾട്ടാണ്. നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടാവും, നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും. നമ്മുടെ പിഗ്മെൻറ്റേഷനും സൺടാനൊക്കെ നല്ല രീതിക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ല രീതിക്ക് കുറവുണ്ടാവും കേട്ടോ. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ഈ ഒരു ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നല്ല രീതിക്ക് തന്നെ റിമൂവ് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിഡു റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല എത്രത്തോളം ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടാവും. ഇത് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇട്ടിട്ട് പോകാൻ പറ്റിയിട്ടില്ല. നമുക്കിങ്ങനെ തലേ ദിവസം അല്ലെങ്കിൽ ഫംഗ്ഷന് വേണ്ടി തൊട്ട് മുന്നൊക്കെ ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാക്കാണ് കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ട്. കണ്ടോ, കിഡാണൊന്നും പറയാനില്ല. നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ടാവും, അതേപോലെ തന്നെ ഗ്ലോ ആയിട്ടുണ്ടാവും. നോക്കൂ, കണ്ടോ, നല്ല രീതിക്ക് തന്നെ നമ്മുടെ സ്കിന്ന് ഗ്ലോ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു 2 വട്ടമൊക്കെ ആയിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിക്ക് തന്നെ പിഗ്മെൻറ്റേഷനും സൺടാനും നമ്മുടെ ഡാർക്ക് സ്പോട്ട്സൊക്കെ നല്ല രീതിക്ക് തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും പൂർണ്ണമായിട്ട് ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.
കിടു റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ വിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നല്ല രീതിക്ക് തന്നെ നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ആയിട്ടുള്ള ഫീൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നല്ല കിടു റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ.